ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കാശ്മീർ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് മിലാദ് എന്നാണ്. അവിടെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡിനായിട്ട് ഞങ്ങൾ എടുത്തത് ഉപ്പുമാവും ഓംലെറ്റും കടലക്കറിയും കോഫി ആയിരുന്നു. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗൈസ്, അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് പെഹൽഗാമിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഡ്രൈവർ ഞങ്ങളൊരു ഷോപ്പിൽ കൊണ്ടുപോയി സാഫ്രോണും നട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു. അവിടെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നത് ഒരു കാവയായിരുന്നു. അടിപൊളി കാവയായിരുന്നു ഗൈസ് ഇത്. പിന്നെ അവിടുന്ന് നട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു നോക്കി. പിന്നെ അവർ അതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസ് പുറത്തേക്ക് വരുന്നതൊക്കെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വേഗം തന്നെ ഇറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ആപ്പിൾ വാലിയിലേക്കാണ്. ഞങ്ങൾ പോയ സമയം സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിളൊന്നും ഇല്ലായിരുന്നു, ഡമ്മീസായിരുന്നു തൂക്കിയിട്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അതിലേക്ക് കുറേ നടന്നു. പിന്നെ അവിടെ നിന്ന് ഫ്രഷ് ആപ്പിൾ വെച്ച് ജ്യൂസ് അടിച്ച് തരുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവർക്കും ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ പറഞ്ഞു. ഞങ്ങളതൊക്കെ കുടിച്ച് അവിടെ നിന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ജ്യൂസിന്. പിന്നെ അവിടെ ആപ്പിൾ വാലി എന്ന ഇതിനടുത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വേഗം തന്നെ ഞങ്ങൾ പോയി. അടുത്തായി പോകുന്നത് പെഹൽഗാമിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ കുറച്ച് സ്നോയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാണാനെന്ന്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കുതിരപ്പുറത്താണ് മുകളിലേക്ക് പോകേണ്ടത് എന്ന്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കുതിരപ്പുറത്ത് കയറുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കുതിരസവാരിയാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. പിന്നെ എൻ്റെ കുതിരേൻ്റെ പേര് റോക്കി എന്നാണ്. പിന്നെ ഇവർ നിങ്ങളെ നല്ലോണം അടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് മൊത്തം നടന്നു കയറുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ബൈസൺ വാലി വരെ പോയി വരണമെങ്കിൽ കുതിരസവാരിയിൽ 1 മണിക്കൂർ എടുക്കും. പിന്നെ അവിടെ എത്തിയിട്ടും നമുക്ക് 1 മണിക്കൂർ തരും ഇവർ. ആ 1 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. നല്ലതുപോലെ ബാർഗെയിൻ ചെയ്താൽ കുതിരയുടെ നിരക്ക് നല്ലതുപോലെ തന്നെ കുറയ്ക്കാൻ പറ്റും. ഞങ്ങളോട് ഒരാൾക്ക് 3000 ആണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 2500-നാണ് ഞങ്ങൾ പോയത്. പഹൽഗാമിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് ബൈസൺ വാലിയിലേക്ക്. മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിപ്പേരുള്ള പഹൽഗാമിലെ ബൈസൺ വാലി സോനാമാർഗ് പോലെയും ഗുൽമാർഗ് പോലെയും ആളുകൾ പ്രാധാന്യം നൽകി യാത്ര ചെയ്തെത്തുന്ന ഒരു സ്ഥലമാണ് പഹൽഗാം. ഭംഗിയുള്ള അനേകം താഴ്വരകൾ പഹൽഗാമിനെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. ബൈസണിന് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേര് കൊടുക്കാൻ കാരണം ഇത് അത്രയ്ക്ക് ഭംഗിയേറിയത് കൊണ്ടാവാം. പിന്നെ ഇങ്ങനൊരു റൈഡ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഫസ്റ്റൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആളുമായി അങ്ങ് സെറ്റായി. പിന്നെ ഞാനങ്ങനെ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ എനിക്ക് എൻ്റെ കുതിരയുടെ കൂടെയുള്ള ആൾ കുറച്ച് മഞ്ഞൊക്കെ വാരി തന്നു. ഞാനതൊക്കെ വെച്ച് കളിച്ചു. പിന്നെ ഞങ്ങൾ ടോപ്പിലെത്തിയപ്പോൾ ഇതാണ് ഒരു വ്യൂ, ഓവറോൾ വ്യൂ ഇതാണ്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. മഞ്ഞ് വാരി കളിച്ചും കുറേ എൻജോയ് ചെയ്തു. ഒരാൾ കഴിയുമ്പോൾ ഒരാളായിട്ട് അങ്ങനെ ഞങ്ങൾ മാറി മാറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യണം ഗൈസ്, അത്രയ്ക്ക് ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ലിയോ മൂവി ഷൂട്ട് ചെയ്ത റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. പിന്നെ വേഗം തന്നെ എല്ലാം ഓർഡറൊക്കെ ചെയ്ത് ഞങ്ങൾ വേഗം കഴിക്കാനിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഷവർമയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, എനിക്ക് ഇഷ്ടമായി. പിന്നെ അവർ ഓർഡർ ചെയ്തത് ബട്ടർ നാനും അഫ്ഗാനി ചിക്കനും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു കൂടെയൊക്കെ ഒന്ന് കറങ്ങി അടച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. പിന്നെ അന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്നു. പിന്നെന്താ ഞങ്ങൾ വേഗം കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.